നമസ്കാരം മാഷേ. നമസ്കാരം. മാഷേ, ഇന്ത്യ കാലാകാലങ്ങളായി കേൾക്കാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെയൊക്കെ തലമുറയ്ക്ക് അത് കാണാൻ പറ്റുമോ എന്നറിയില്ല. കാണാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ഒരു 10 വർഷത്തിനുള്ളിലൊക്കെ അങ്ങനെ സംഭവിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഒരു മൂന്നാം ശക്തിയായി ലോകത്ത് കുതിച്ചുയരുന്ന ഒരു ദിവസം നമുക്ക് കാണാൻ കഴിയട്ടെന്ന് ആശിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ, മുന്നോട്ടുള്ള പോക്കൊക്കെ ഇന്ത്യ അതിശക്തമായി നീങ്ങുമ്പോൾ ഈ മലയാളി ഇന്ന് കാണേണ്ട, നമ്മളൊക്കെ അറിയേണ്ട അതിനിർണായകമായ ഒരു സംവാദം ബാംഗ്ലൂരിൽ വെച്ച് നടന്നു. ഈ റിപ്പോർട്ട് പ്രകാരം ആ സംവാദം ഇന്ത്യയുടെ ഭാവിയുടെ വിദേശ നയം എങ്ങനെയായിരിക്കണം, ആ വിദേശ നയം രൂപീകരിച്ചാണല്ലോ ഭാവിയിൽ നമ്മൾ എന്താവുക. അതിൽ പങ്കെടുത്ത 2 പേരാണ് ശ്രദ്ധേയരായ. മാഷ് അവരെക്കുറിച്ച് പറയണം. നയതന്ത്ര വിദഗ്ധനായ കിഷോർ മെഹബൂബാനിയും മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ അജയ് ബിസാരിയും ചേർന്നാണ് ഈ സംവാദം നടത്തിയത്. മാഷ് ആ സംവാദത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണം. തീർച്ചയായിട്ടും. എനിക്ക് ആ സംവാദത്തിന് തോന്നിയ 2 കാര്യം. ഒന്ന്, ഈ നയതന്ത്ര ഡിപ്ലോമാറ്റ്സ് ആയിരുന്ന, എക്സ് ഡിപ്ലോമാറ്റ്സ് ആയിരുന്ന, ലോകത്തെ അറിയുന്ന, ലോകത്തിന്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കണ്ണിലൂടെ ലോകത്തെ കണ്ട ഒരാളും ലോകത്തിന്റെ കണ്ണിലൂടെ ഇന്ത്യയെ കണ്ട ഒരാളും, ഈ 2 പേര് ചേർന്നിരുന്നുകൊണ്ടുള്ള ഡിബേറ്റിന് അതിനൊരു ഗുണമുണ്ടായത്, ഒന്നാമത്തെ കാര്യം, അവരിപ്പോ ഒന്നിന്റെയും വക്താക്കളല്ല. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സന്റെ യാതൊരു ബൗണ്ടും ഇല്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതയും പൊളിറ്റിക്കൽ കളറും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഓപ്പൺ ഡിസ്കഷനാണ്. അതുകൊണ്ട് തന്നെ ഓണസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ റിലയബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാം. അതാണ് അതിന്റെ ഒരു കാര്യം. ഈ 2 പേരുടെ ഒരു പ്രത്യേകത, ഈ മെഹബൂബാനിയുടെ സാറ് നേരത്തെ കേട്ടിട്ടുണ്ടാവും, കിഷോർ മെഹബൂബാനി ലോകം നേരത്തെ വലിയ അംഗീകാരം നൽകിയ ഒരാളാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇന്നത്തെ പോലെയല്ല, അതിന് അന്തസ്സുണ്ടായിരുന്ന കാലത്ത്, നിലവാരം ഉണ്ടായിരുന്ന കാലത്ത് അതിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് പദവി എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗമാണ്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് നിയമിക്കുന്നതാണ്. മാത്രമല്ല അദ്ദേഹം സിംഗപ്പൂരിന്റെ വക്താവാണ്. സിംഗപ്പൂർ ഏത് കാലത്ത് മലേഷ്യയും സിംഗപ്പൂരൊക്കെ ഒന്നായിരുന്ന പ്രതാപകാലമുണ്ട്. നമ്മൾ പ്രവാസം എന്ന് പറഞ്ഞാൽ മലേഷ്യ സ്വപ്നം കണ്ടിരുന്ന കാലം, വളർച്ചയുടെ അതാണ്. മാത്രമല്ല ഇന്ത്യൻ കൾച്ചർ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കിഷോറാണ് പേര്, മെഹബൂബാനിയാണ് അദ്ദേഹത്തിന്റെ ഓമന പേര്. മീൻസ് അതിനോട് ചേർന്ന അദ്ദേഹത്തിന്റെ തൂലികാനാമം പോലുള്ള പേരാണ് മെഹബൂബാനി എന്ന് പറഞ്ഞാൽ അറിയാലോ, ആത്മമിത്രങ്ങളാണ് 2 പേര്. ആ പേര് തന്നെ ഒന്നല്ല, 2ആണ്. മെഹബൂബാനിയാണ്. മീൻസ് മെഹബൂബാനി എന്ന് പറഞ്ഞ ദ്വയമാണ് എപ്പോഴും. അപ്പോ ഒരിക്കലും ഒറ്റക്കല്ല, 2 പേർ എപ്പോഴും ആത്മമിത്രങ്ങളാണ് എന്നുള്ള ഒരു ലൈനാണ് അദ്ദേഹത്തിന്. അതാ ഒരു ഡിപ്ലോമാറ്റിന് പറ്റിയ പേരുമാണ്. അതാണ് ഈ ഇത്. അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വന്ന് ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം നേടി ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്, പുതിയ ഇന്ത്യയുടെ വളർച്ച. അദ്ദേഹം ഇന്ത്യ വെറും ഒരു വികസ്വര രാജ്യമായിരുന്ന കാലത്തെ ദയനീയമായ അവസ്ഥയും കണ്ടതാണ്. അന്നും ഇന്ത്യയെ ഡീൽ ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഇന്ത്യയുടെ വളർച്ചയെ അദ്ദേഹം കാണുന്നുണ്ട്, അത്ഭുതത്തോടെ കാണുന്നുണ്ട്, അതിനെ അസസ് ചെയ്യുന്നുണ്ട്. അത് വളരെ സത്യസന്ധമാണ്. 2 ഇദ്ദേഹമാണ് ബിസാരി, നമ്മുടെ അജയ് ബിസാരിയ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത, എൻ്റെ ഓർമ്മയിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച ഡിപ്ലോമാറ്റ്സിൽ ഒരാളാണ്. ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലത്ത് കാനഡയിലെ ഹൈക്കമ്മീഷണർ ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നില്ല, മാത്രമല്ല ഡീൽ ചെയ്യാൻ എളുപ്പമല്ല. ഇപ്പൊ കാനഡയും അമേരിക്കയൊക്കെ ഒതുങ്ങി, അവർ ഇന്ത്യയെ ഭരിക്കാനൊന്നും വരില്ല. അന്നങ്ങനെയല്ല, അവർ വമ്പന്മാരായി വാഴുന്ന കാലമാണ്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത്, അതായത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തൊഴിൽ തേടി കാനഡയിൽ പോയിരുന്ന കാലം, US പോയിരുന്ന ഒരു കാലം, അവരെ പേടിച്ചിരുന്ന കാലം, അങ്ങനെ കാലത്താണ്. അപ്പോ ആ ഒരു രണ്ട് പേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 പേരെ എങ്ങനെ ഒത്തുകിട്ടിയത് എനിക്കറിയില്ല. ബാംഗ്ലൂരില് സംവാദം. ഈ സംവാദത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ കണ്ടത്, ഇവരുടെ ഏറ്റവും വലിയ സത്യസന്ധമായ ഒരു നിലപാടാണ്. നമ്മൾ വിചാരിക്കുമല്ലോ, ഇപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ, എൻ്റെ ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാനോട് ഇങ്ങനെ താലിബാനെ അങ്ങനെ അംഗീകരിക്കണോ എന്നൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഒരു സ്വാഭാവികമായിട്ടും ഒരു സെക്യുലർ ആയിട്ടുള്ള ഇന്ത്യയുടെ സമീപനം, ഒരു ഇന്ത്യൻനെസ് എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ അതിനോട് എങ്ങനെയാണ് ഒരു അതിതീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തോട് എങ്ങനെയാണ് ഇങ്ങനെ ഫ്രണ്ട്ലി ഡീൽ ചെയ്യാന്നൊക്കെ ഒരു കോൺഫ്ലിക്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇതിന് പറയുന്നത്, ഇവർ കണ്ടെത്തിയ ഒരു ന്യായം, 2 പേരും കണ്ടെത്തിയ ന്യായം, ഇന്ത്യ ഇപ്പൊ സ്വീകരിക്കുന്നത് ഒരു സീസോ തന്ത്രമാണ്. സീസോ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാട്ടം പോലെയാണ്. നമുക്ക് ഓരോ സമയത്ത് ഒരു മേഖലയിൽ ആരെയാണോ ആവശ്യമുള്ളത്, ആരെയും നമ്മൾ പിണക്കൂല, ആരെയാണോ ആവശ്യമുള്ളത് അവനെ ചേർന്ന് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഒരു വാതില് എപ്പോഴെങ്കിലും അടഞ്ഞാൽ അപ്പുറത്തൊരു വാതിൽ നമ്മുടെ കയ്യിലുണ്ടാവണം. എപ്പോഴും നമ്മളൊരു സ്റ്റെപ്പിനി തിയറി എന്ന് പറയില്ലേ, ആ തിയറിയാണ്. ഇതിനാണ് സീസോ, അവർ പറയുന്ന പേര് തന്നെ അങ്ങനെയാണ്, സീസോ ഡിപ്ലോമസി എന്നാണ്, സീസോ ഡിപ്ലോമസി. അതിന് അപ്പോൾ അദ്ദേഹത്തിന് പറയുന്ന, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, പുതിയ ലോകം, പണ്ട് സോവിയറ്റ് യൂണിയൻ ഒരു ഭാഗത്തും അമേരിക്ക ഒരു ഭാഗത്തും ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യ സ്വീകരിച്ച നിലപാടല്ല. അന്ന് ഇന്ത്യ അഡമൻ്റായിട്ട് അമേരിക്കയ്ക്ക് എതിരായിരുന്നു.
വേണ്ടി വന്നാൽ ആവശ്യം വന്നപ്പോഴൊക്കെ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിയ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് ലോകത്ത് ഇതുപോലെ ബൈപ്പോളാർ എന്ന് വിളിക്കണമെങ്കിൽ രണ്ട് ശക്തികൾ ഇപ്പോഴും ഉണ്ട്. ഒന്ന് അമേരിക്കയാണ്, ചൈനയുമാണ്. പക്ഷേ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് അറിയോ? സീസോ ആണ്. എന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് ചൈനയെയും സ്വീകരിക്കും, ആവശ്യം വന്നാൽ അത്യാവശ്യം വന്നാൽ അമേരിക്കയും സ്വീകരിക്കും. രണ്ടു കൂട്ടരെയും നമ്മൾ പിണക്കിയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയൊക്കെ ട്രംപ് നമുക്കെതിരായി കുരച്ചുകൊണ്ടേയിരുന്നിട്ടും ആസ് എ ബാർക്കിംഗ് ഡോഗ് ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായും ഒക്കെ സംസാരിച്ചുകൊണ്ടേ ഇരുന്നിട്ടും നമ്മുടെ അതിർത്തിയിൽ വന്ന് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ എല്ലാ ചൂട്ടും കത്തിച്ചു കൊടുത്തിട്ടും അമേരിക്കക്കെതിരായി അത്ര അത്ര കടുത്ത ഒരു വാക്കും പ്രയോഗിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ പറയുന്നുണ്ട് ഇന്ത്യയാണ് ശരി, അമേരിക്ക അല്ല. പക്ഷെ പറയുന്ന ഈ സീസോ നയതന്ത്രം ഇപ്പൊ വിജയിച്ചെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഇന്നലെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിനെയും നരേന്ദ്രമോദിയെയും അമേരിക്കൻ ഇന്ത്യൻ അംബാസിഡർ കാണാൻ വന്നിരിക്കുന്നു. സൗഹൃദത്തിന്റെ ഭാഷ ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ആരുടെയും വാതിൽ അടച്ചു കളയുന്നില്ല. അതാണ് പുതിയ തന്ത്രം. പുതിയ ലോകം അങ്ങനെയാണ് സാർ. പുതിയ ലോകത്ത് ശത്രു മിത്രം എന്നൊന്നും പറയുന്ന സംഭവമില്ല. ചൈന തന്നെ പറഞ്ഞതുപോലെ ക്ലയന്റ് ബിസിനസ്, ക്ലയന്റ് ട്രേഡ്, ഈ രണ്ട് സംഗതികളേ ഉള്ളൂ. അതുകൊണ്ട് പുതിയ കാലത്ത് നമുക്ക് ശത്രു എപ്പോഴാണ് മിത്രമാവുക നമുക്ക്. ഹെഡ്ജിങ് എന്താണ്? ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മനോഹരമായ ഒരു പ്രയോഗമാണ്. ഹെഡ്ജിങ് നമ്മളെ ഈ ഷെയർ മാർക്കറ്റിലെ ഒരു പ്രയോഗമാണ്. ഹെഡ്ജിങ് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഷെയർ ഉണ്ട്, ഹെഡ്ജ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അത് ഇതുകൊണ്ടുണ്ടായതാണ്. ഹെഡ്ജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രപൂർവ്വം ഈ ഇതില് നമ്മളെ ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്ന രീതിയാണ്. അത് അതിൽ വിദഗ്ധന്മാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാറിൻ്റെ കയ്യിൽ കുറച്ച് ഷെയർ ഉണ്ട്, ആ കമ്പനിയുടെ ഷെയർ ഈ മാസം ഇടിയുന്നു, വലിയ ഭീഷണിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു വാറ് വരുന്നു, അല്ലെങ്കിൽ ലോക മാർക്കറ്റിൽ വില ഇടിയുന്നു, ഒരു അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഹെഡ്ജിങ് എന്ന് വെച്ചാൽ. ഒരു കവറിംഗ് ആണ്. ഒരു കവറിംഗ് ആണ്. ആ കവറിംഗ് എന്ന് വെച്ചാൽ നഷ്ടം കുറക്കും. അതിന് അവർ തന്നെ പറയുന്ന ഒരു പേരുണ്ടല്ലോ, പുട്ട് ഓപ്ഷൻ എന്ന് പറയും. പുട്ട് ഓപ്ഷൻ പിടിച്ച് ഹോൾഡ് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഷെയർ വിൽക്കണ്ട, നഷ്ടം വരുമെന്ന് തോന്നുന്ന ഷെയർ വിൽക്കാതിരിക്കുക, അത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് തൽക്കാലത്തേക്ക് കൂടുതൽ സാധ്യതയുള്ളതിലേക്ക് പോവുക. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഈ ഷെയറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് അത് വിറ്റാൽ നഷ്ടം വരും, ഹോൾഡ് ചെയ്താലോ അപ്പൊ നഷ്ടം കുറയും, വലിയ ലാഭം വരില്ല. അപ്പോൾ ഒരു സേഫ് സൈഡിൽ പോകാം. ഒരു സീസോ തന്ത്രം, അതാണ് ഈ ഹെഡ്ജിങ് എന്നുള്ളത്. അതാണ് ഇതിന്റെ ഒരു അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇരുപക്ഷത്തും ജാഗ്രതയോടെ നീങ്ങുകയാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. രണ്ടു പക്ഷത്തും നമുക്ക് എങ്ങോട്ട് നിന്നാലാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് എങ്ങനെയാണ് ഇവിടെ പ്രായോഗികം എന്ന് വെച്ചാൽ US-ന്റെ സ്വഭാവം അനിശ്ചിതമാണ്, നമുക്കറിയാം. US-ന്റെ സ്വഭാവം അനിശ്ചിതമാണ്. ചൈനയുടെ കടന്നുകയറ്റം നമ്മൾ ഭയപ്പെടുന്നുണ്ട്. US-നെതിരായി ചൈനയെ അന്ധമായിട്ട് കൂട്ടിപ്പിടിച്ചാലോ ചൈന നമ്മളെ ഉപദ്രവിച്ചേക്കാനുള്ള സാധ്യത. മാർക്കറ്റിലെ ഷെയർ മാർക്കറ്റിലെ അനിശ്ചിതത്വം പോലെ യുഎസിന്റെ അനിശ്ചിതത്വമുണ്ട്. ചൈനയുടെ നമുക്ക് എന്താ പറയാ പ്രവചനാതീതമാണ്. ചൈനക്ക് നമ്മുടെ അതിർത്തി താല്പര്യങ്ങളുണ്ട്. അവര് അരുണാചൽ ഉൾപ്പെടെയുള്ള അതിർത്തി നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കരുതലോടെ വേണം. ഒരു വമ്പനോടാണ് മുട്ടുന്നത്, തൊട്ടടുത്തുമാണ്. അപ്പൊ ആ ഒരു സമീപനാണ്. അത് ചൈനയെ വല്ലാതെ ചെറുത്ത് പിടിച്ചാൽ നമുക്ക് നഷ്ടം വരികയും ചെയ്യരുത്. ശരിയാണ്. അമേരിക്കയെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്തു വന്നാലും അമേരിക്ക ഇന്ത്യയെ സഹായിക്കുകയില്ല എന്നൊരു തോന്നൽ ചൈനക്ക് ഉണ്ടാവാനും പാടില്ല. വളരെ ഡിപ്ലോമാറ്റിക് അമേരിക്കയുമായി സൈനിക സഹകരണം. അതാ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഇവർ എത്ര സത്യസന്ധമാണ്, എത്ര ഡീപ്പാണ് ഡീലിംഗ്. അമേരിക്കയുമായി സൈനിക സഹകരണം ഇന്നും നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ല. അമേരിക്കയുമായിട്ടുള്ള ഈ ഇഷ്യൂവിനിടയിൽ മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് ഇസ്രായേലിൽ നിന്നാണ്. അമേരിക്ക സമ്മതിക്കാതെ, അമേരിക്കയുടെ കൂടി താല്പര്യമാണത്. അപ്പൊ സൈനിക ഡീലിന് ഏറ്റവും നല്ലത് ഇപ്പോഴും നമ്മൾ അമേരിക്കയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ കളഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ പിണക്കിയിട്ടില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിൽ UPA ഗവൺമെന്റ് എങ്ങനെ രാജിവെച്ചു പോയത്? UPA ഗവൺമെന്റ് പൊളിഞ്ഞു പോയത് അമേരിക്കയുമായി ആണവ കരാർ ഒപ്പുവെച്ചപ്പോഴാണ്. ഓർമ്മയില്ലേ അത്? ഇടതുപക്ഷം ഉൾപ്പെടെ പൊളിച്ചു പോയിട്ട്. അപ്പോ എന്തിനാണ് എന്നിട്ടും ഇന്നും നരേന്ദ്രമോദി വന്നിട്ടും UPA ഗവൺമെന്റ് ഉണ്ടാക്കി ആ കരാറ് ഇന്നും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. കാരണം അത് നമുക്ക് ആവശ്യം വരും, അതറിയാം. അതുകൊണ്ട് ഒന്ന് അത്. 2 അതേ സമയത്ത് റഷ്യയെ നമുക്ക് പിണക്കണ്ട. റഷ്യയെ പിണക്കിയാൽ നമ്മുടെ എനർജി ഊർജ്ജം ഏറ്റവും കൂടുതൽ എണ്ണ തരുന്നവരാണ്. അപ്പോൾ റഷ്യയും നമുക്ക് വേണം. റഷ്യയെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇനി ചൈനയെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് ഈ താരിഫ് യുദ്ധത്തിൽ പൂട്ടിപ്പോയാൽ നമ്മൾ കാണുന്നുണ്ട്. അമേരിക്ക നമ്മളുമായിട്ട് സൈനിക കരാർ അവർക്ക് താല്പര്യമുണ്ട്. എന്നാൽ
നമ്മളുമായിട്ടുള്ള ട്രേഡിൽ അവർക്ക് താല്പര്യം കുറയുന്നു, വ്യാപാരത്തിൽ. അപ്പോൾ ആ വ്യാപാരത്തിൽ നമുക്ക് ചൈന വേണം, ചൈനീസ് ഭയങ്കര ബാലൻസിങ് അല്ലേ, ബാലൻസിങ്. അപ്പോൾ ഈ 3 വമ്പിച്ച ശക്തികളെ അമേരിക്ക, ചൈന, ഇതിനിടയിൽ ഇന്ത്യ കിടന്ന് കളിക്കുന്ന കളി വളരെ തന്ത്രപൂർവ്വമാണ്. അമേരിക്ക ഇന്ത്യയുടെ ശത്രുവാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നേ നമ്മൾ പറയുള്ളൂ. ചൈന ശത്രുവാണോ? അല്ല. ഇവരാരെങ്കിലും ഇപ്പോ റഷ്യ സൈനിക സഹകരണം കൊണ്ട് ഓരോരുത്തർക്കും ഓരോ മേഖല കൊടുക്കും റഷ്യയുമായിട്ട് ഇത്. പക്ഷേ ഈ ഡീലിങ്സ് ഒക്കെ നമ്മൾ മാന്യമായി ചെയ്യും, അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മളെ ആരും തള്ളി. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഈ 3 മേഖലയിൽ 3 കൂട്ടരും നമ്മുടെ മിത്രങ്ങളാണ്. ഒരു വാതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണ് തുടക്കത്തിൽ പറഞ്ഞ ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കാനുള്ള, അതാണ് ഈ സീസോ തന്ത്രം എന്ന് പറയുന്നത്. ഇനി ഈ ഇന്നലത്തെ ഡിസ്കഷനിൽ എനിക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയി തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, അത് നമ്മുടെ ഒരു വല്ലാത്ത ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വികസിത് ഭാരത് എന്നൊക്കെ പറയുന്നത് നരേന്ദ്രമോദി ആസ് എ റൂളർ അദ്ദേഹത്തിന് അത് പറഞ്ഞേ പറ്റൂ. അത് യാഥാർത്ഥ്യമാവുമെന്നൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, ന്യായമായിട്ടും. പക്ഷെ അവർ കൃത്യമായി കണക്ക് പറയുന്നുണ്ട്. ഇത് 2047 ആകുമ്പോൾ ഇന്ത്യ വികസിത ഭാരതമാകും എന്ന് കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? എക്കണോമിക് ടേംസ് വെച്ചിട്ടാണ്, സാമ്പത്തികമായ വളർച്ച. അവർ കൃത്യമായി കണക്ക് പറയുന്നുണ്ട്. ഈ GDP 2047 എന്ന കൊല്ലത്തിലേക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തവർ പറയുന്നുണ്ട്. 2047 ആകുമ്പോൾ ഇന്ത്യയുടെ GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം വളർച്ച, സാമ്പത്തിക വളർച്ച, ആസ്തി, ഇന്ത്യയുടെ ആസ്തി $30 ട്രില്യൺ ആയിട്ട് മാറും. ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടിയാണ്. 1,00,000 കോടിക്കാണ് ട്രില്യൺ എന്ന് പറയാം. അങ്ങനത്തെ $30 ട്രില്യൺ ആണ്. 30 ലക്ഷം കോടി. അതെ 30 ലക്ഷം കോടി. 30 ലക്ഷം കോടിയാണ് 2047 ഉള്ള ഗ്രോത്ത്. അപ്പൊ നമ്മുടെ വ്യക്തിഗത വരുമാനത്തിലും വലിയ മാറ്റം വരും. വ്യക്തിഗത വരുമാനം, പ്രതിശീർഷ വരുമാനം വെച്ചാൽ $20,000 വരും. ആലോചിച്ച് നോക്കൂ, ശരാശരി ഒരു ഇന്ത്യക്കാരൻ 142 കോടി മനുഷ്യരിൽ ഓരോരുത്തരുടെയും പ്രതിശീർഷം വെച്ചാൽ ശരാശരി വരുമാനം $20,000 വരും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ വരും. അക്ഷരാർത്ഥത്തിൽ വികസിത ഇന്ത്യയായിട്ട് മാറും. അത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് സ്ഥാപിക്കുന്നുണ്ട് ഡിബേറ്റ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ ഈ പഴയ കാലം UN അംഗത്വം എന്നൊക്കെ പറഞ്ഞ കാര്യം അതിന്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അല്ലേ? പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അതാണ് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത. അതും നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടി റഷ്യ വലിയ ഒച്ച വെക്കുന്നതിനാ, നമുക്ക് വേണ്ടി ചൈന സംസാരിക്കുന്നത് എന്താ? ഇന്ത്യക്ക് അംഗീകാരം കൊടുക്കണം. എങ്ങനെ അംഗീകാരം കൊടുക്കേണ്ടത്? UN സെക്യൂരിറ്റി കൗൺസിലിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്. അതിനാണ് P5 എന്ന് പറയാം, പെർമനന്റ് 5. ഈ പെർമനന്റ് 5 എന്താ ഇന്ത്യ ഉൾപ്പെടാത്തത്? ഇന്ത്യ ഇല്ലാത്തൊരു ലോകം സമ്പൂർണ്ണമാവുക എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം കേട്ടപ്പോൾ നമ്മൾ വലിയ അഭിമാന പുളകിതരായിരുന്നു. പക്ഷേ ഈ ഡിപ്ലോമാറ്റ്സ് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങൾ ഈ 2025 UN പിന്നാലെ നടക്കുക. ആർക്ക് വേണം UN? ആവശ്യമേ ഇല്ല. UN പ്രസിഡന്റ് ആയിരുന്ന ആളായി പറയുന്നത്. UN ആവശ്യമുള്ള കാലം ഉണ്ടായിരുന്നു, അന്ന് നിങ്ങളെ UN എടുത്തിട്ടില്ല. ഇപ്പൊ ആർക്ക് വേണം UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗമാകാൻ നിങ്ങൾ ശ്രമിക്കുകയേ ചെയ്യേണ്ട കാര്യം. കാരണം ഔട്ട്ഡേറ്റഡ് ആണ്. UN ഹാസ് ബീൻ ഔട്ട്ഡേറ്റഡ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പുതിയൊരു മുന്നണി ഉണ്ടാക്കണം. ആ മുന്നണിക്ക് അവർ പേരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കേണ്ട മുന്നണിക്ക് CIA എന്നാണ് പേര്. അതായത് CIA എന്ന് പറയുന്നത് ചൈന വേണം നിങ്ങളുടെ കൂടെ. കാരണം ലോകത്തിലെ ഏറ്റവും വമ്പൻ ശക്തിയാണ് CIA. ഒന്ന്, ചൈനയുടെ കൂടെ ഇന്ത്യ വേണം. എന്നാൽ അതിന്റെ കൂടെ നിൽക്കേണ്ട A ഫോർ ആസിയാൻ ആണ്. ആസിയാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആസിയാൻ എന്ന് പറയുന്നത് ആസിയാന്റെ പ്രതിനിധിയാണ് ഇദ്ദേഹം. ആര്? മെഹബൂബാനി. ആസിയാന്റെ പ്രതിനിധിയാണ് സിംഗപ്പൂരാണ്. ഈ ആസിയാൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ 10 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. 10 രാജ്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിംഗപ്പൂരുണ്ട്, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, തായ്ലൻഡ്, മ്യാൻമർ, ലാവോസ്, കംബോഡിയ, ബ്രൂണൈ. വളർച്ചയ്ക്ക് ഈ 10 രാജ്യങ്ങൾ. അതിന് 2 കാരണം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഇനി ചേർക്കേണ്ടത് അവരെയാണ്, ആസിയാന്റെ കൂടെയാണ് ചേരേണ്ടത്. ആസിയാന്റെ കൂടെ ചേർന്നാലുള്ള ഗുണം എന്താണെന്നറിയോ? ഇന്ത്യക്ക് വേറെ കമ്പോളം തേടേണ്ടതില്ല. ഇന്ത്യയുടെ മുഴുവൻ ഡാറ്റയ്ക്കും, ഇന്ത്യയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും, ഇന്ത്യയുടെ മുഴുവൻ സാങ്കേതിക വിദ്യക്കും, ഇന്ത്യയുടെ ആയുധങ്ങൾക്കും ഒക്കെ കാത്തിരിക്കുന്ന അവരാണ്. അവരാണ് വളരുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് അവരുടെ കൂടെ CIA, നമ്മുടെ അമേരിക്കൻ CIA അല്ല, സെൻട്രൽ ചൈന ഇന്ത്യ ആസിയാൻ. അപ്പൊ എത്രയായി? 12 രാജ്യങ്ങൾ ചേർന്ന ഒരു വമ്പിച്ച കൂട്ടായ്മ. ഇവരുടെ നിർദ്ദേശം ഇതാണ്, അങ്ങനെ എങ്ങാനും ഒരു മുന്നണി ശക്തമായി വന്നാൽ അതിനെ ബീറ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല, പുതിയ ലോകത്തിന് കഴിയില്ല എന്നാണ്. ഇനി ഈ ചർച്ചയുടെ ഒടുവിലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചരിത്രത്തിൽ നിന്നും ചില പാഠങ്ങൾ പഠിക്കണം. അതൊന്നെന്താണെന്നറിയോ? നിങ്ങൾ യൂറോപ്പിലേക്ക് നോക്കരുത്. യൂറോപ്പ് ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും തെറ്റായ പാഠം എന്താണെന്നറിയോ? എൻ്റെ ഉപ്പുപ്പാക്കൻ ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പഴയ കാലത്തെ പ്രതാപികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഞങ്ങൾ ഉഗ്രപ്രതാപികളാണ്. പക്ഷെ കാലത്തിനൊത്ത് മാറിയില്ല. ഇന്ത്യ അതല്ല.
ഇന്ത്യ വളരെ പുറകിലായിരുന്ന ഒരു കാലത്ത് നിന്ന് അതിവേഗം ഒരു കുതിച്ച് യാഥാർത്ഥ്യബോധത്തോടെ മുന്നേറി കാലത്തിന് മുമ്പേ എത്തി. ഇനി നിങ്ങൾ യൂറോപ്പിൽ നിന്ന് പഠിക്കാം. യൂറോപ്പിൽ നിന്ന് ഈ പഴയ പാഠം പഠിക്കണം. യൂറോപ്പിൽ നിന്ന് പഴയത് പഠിക്കാം. പക്ഷെ പുതിയ യൂറോപ്പിനെ നിങ്ങൾ മാതൃകയാക്കണം. ഇപ്പോഴും അവർ പഴയ മനസ്സുമായിട്ട് ജീവിക്കുകയാണ്. കാലാനുസൃതമായി മാറണം. വേറൊന്ന്, നിങ്ങൾ മിഡിൽ ഈസ്റ്റിനെ പരിഗണിക്കണം. മിഡിൽ ഈസ്റ്റിനെ പരിഗണിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, മിഡിൽ ഈസ്റ്റിന്റെ എനർജി നമുക്ക് ആവശ്യമുണ്ട്. അതെപ്പോഴും ഓർക്കണം. മിഡിൽ ഈസ്റ്റിൽ നമുക്ക് കിട്ടാനുള്ളത് എനർജിയാണ്. 2, മിഡിൽ ഈസ്റ്റിലേക്ക് നമുക്ക് കൊടുക്കാനുള്ളത് വ്യാപാരമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നല്ല മാർക്കറ്റാണ് മിഡിൽ ഈസ്റ്റ്. വേറൊന്ന്, മിഡിൽ ഈസ്റ്റിലാണ് നമ്മുടെ വർക്കിംഗ് കമ്മ്യൂണിറ്റി, പ്രവാസികളെ പരിഗണിച്ചുകൊണ്ടല്ലാതെ മിഡിൽ ഈസ്റ്റിനെ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴും പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. വേറൊന്ന്, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം അവസാനമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയുടെ 3 അയൽ രാജ്യങ്ങളിൽ പുത്തൻ തലമുറ കലാപം ഉണ്ടാക്കുന്നുണ്ട്. ആ കലാപങ്ങളിൽ നിങ്ങൾ സൂചിപ്പിക്കുന്നത് നേപ്പാൾ അടക്കമുള്ള രാജ്യം, നേപ്പാള്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഈ 3 രാജ്യങ്ങളിൽ നടക്കുന്ന കലാപങ്ങളെ നിങ്ങൾ 3 തരത്തിൽ പഠിക്കണം. അതിനെ അവർ പറയുന്ന ഒരു പേര് സോഫ്റ്റ് സ്റ്റെബിലൈസർ ആണ്. എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ 3 തരത്തിലായി സോഫ്റ്റ് ആയി ഡീൽ ചെയ്യണം. ഒറ്റ അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന്, ഇപ്പൊ നിങ്ങൾ ബംഗ്ലാദേശിനെ കാണുന്ന കണ്ണുകൊണ്ട് നിങ്ങൾ നേപ്പാളിനെ കാണരുത്. ബംഗ്ലാദേശിൽ നിങ്ങൾ ഹസീനയുടെയും അവാമി ലീഗിന്റെയും കൂടെയാണ് നിൽക്കേണ്ടത്. അവിടെ പുറത്താക്കപ്പെട്ട ഭരണകൂടമാണ്, കുറെ കൂടി ഇന്ത്യ ഫ്രണ്ട്ലി ആണ്. അവിടെ നിങ്ങൾ കലാപകാരികളുടെ കൂടെ നിൽക്കരുത്. നേപ്പാൾ മറിച്ചാണ്. നിങ്ങൾ കലാപകാരികളുടെ മനസ്സിലാക്കി പെരുമാറണം. അപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ നയതന്ത്രം എന്ന് പറയാം. ഡിജിറ്റൽ നയതന്ത്രമാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സോഫ്റ്റ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അതുകൂടി നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ 2 പേരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ ലോകത്തെ നോക്കുന്നു, ലോകം ഒരാളെ നോക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിലേക്ക് അത് അവസാനമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഈ അവസാനമായിട്ട് ഇവർ പറയുന്നുണ്ട്, 2 പേരും കൈ കൊടുത്ത് പിരിയുമ്പോൾ പറയുന്ന അതിന്റെ വിഷ്വൽ മനോഹരമാണ്. അവർ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു സൈബർ കരാറാണെങ്കിൽ അത് വേറെ എവിടെയും പോയല്ല ആദ്യം വെക്കേണ്ടത്. ഒരു സൈബർ എഗ്രിമെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് വെക്കൂ. ആരാണ്? സിംഗപ്പൂര്. അതിൽ നമ്പർ 1 അവർ തന്നെയാണ്. എന്നോ അവർ ഇന്ത്യയുടെ മുമ്പേ എത്തിയല്ലേ. അപ്പോൾ ഒരു സൈബർ കരാറ് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ഒപ്പുവെക്കാൻ കൂടി തീരുമാനിച്ചുകൊണ്ടാണ് ഈ ഡിബേറ്റ് തീരുന്നത്. ഒടുവിൽ മാഷെ ഈ വാർത്താക്കുറിപ്പിന്റെ ഒടുവിൽ അവരെടുത്തു പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇന്ത്യ ഇനി ലോകത്തെ നോക്കുന്ന രാജ്യം മാത്രമല്ല, ലോകം നോക്കുന്ന രാജ്യം. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഇതിന്റെ ഈ ഔട്ട്പുട്ട് അതാണല്ലോ. ഇന്ത്യ ഇനി ലോകത്തെ നോക്കുകയല്ല, ലോകം ഇനി ഇന്ത്യയെ നോക്കും. അത് എല്ലാവരും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് ഈ ഡിബേറ്റിന്റെയും ഒടുവിൽ അത് പുറത്തു വരുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് സത്യസന്ധമായ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയെ ഒരു ഉൾക്കാഴ്ചയോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന, പഠനാർഹമായ, അക്കാഡമിക് ആയ 3ാം ശക്തിയായി വരാനുള്ള തീർച്ചയായിട്ടും എനിക്ക് ആ വിഷൻ കിട്ടിയിട്ടു. എനിക്ക് ആ കൃത്യമായി മാഷുന്ന ആ വിഷൻ, ഇവരുടെ വിഷൻ കിട്ടി. എങ്ങനെയാണ് ഇന്ത്യ 3ാം ലോക ശക്തി ആവാൻ പോകുന്നത്? അതായത് നമ്മൾ ഈ വെറുമ്പായിൽ വികാരത്തോടെ പറയല്ല, വസ്തുതാപരമായി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിച്ച് സ്ഥാപിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ആ ഡിബേറ്റിന്റെ പ്രത്യേകത. അത്തരം ഡിബേറ്റുകളാണ് നടക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 3ാം ശക്തിയായിട്ട് ഇന്ത്യ ഉയരട്ടെ. അതിനുവേണ്ടി അതിൽ തർക്കമൊന്നുമില്ല. ഉയരുമെന്ന് ഉറപ്പാണ് അവർ പറയുന്നത്. പ്രതീക്ഷയല്ല, ഉറപ്പാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.